നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ബൃഹത്തായ പദ്ധതിയുമായി ലേബർ പാർട്ടി. സാധാരണയായി വിദേശ തൊഴിലാളികൾ ചെയ്യുന്ന തൊഴിലുകളിൽ തദ്ദേശീയർക്ക് പരിശീലനം നൽകുമെന്ന് ഷാഡോ ഹോം സെക്രട്ടറി പറഞ്ഞു. പലസ്തീനിൽ മാസങ്ങളായി തുടരുന്ന നരയാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് മാലദ്വീപ് വിലക്കേർപ്പെടുത്തി. ഗസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് മാലദ്വീപ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെ അവിടെ കഴിയുന്ന പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന നിർദ്ദേശവുമായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ മാസം 3 വിക്ഷേപിച്ച ചാങ് E6 പേടകം ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് വിജയകരമായി ഇറങ്ങിയതായി ചൈന. US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ. മന്ത്രിസഭയെ തന്നെ താഴെയിടുമെന്നാണ് ധനമന്ത്രി ബസാലെൽ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻഗ്വിറും മുന്നറിയിപ്പ് നൽകിയത്. ഞങ്ങൾ പിന്മാറില്ല, ഞങ്ങൾ വിശ്രമിക്കില്ല, ഞങ്ങൾ വെളിപ്പെടുത്തും, ഞങ്ങൾ ചെറുത്തു നിൽക്കും. ലോകത്തെമ്പാടുമുള്ള സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ സമരമുഖത്താണ്. പലസ്തീൻ സ്വാതന്ത്ര്യമാകും വരെ പോരാട്ടം തുടരുമെന്നറിയിച്ചുകൊണ്ടുള്ള സമരമുഖത്ത് വിദ്യാർത്ഥികൾക്ക് കരുത്തായി അധ്യാപകരുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും പൂർത്തിയായതോടെ ജാമ്യ കാലാവധി കഴിഞ്ഞ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് തിരിച്ചെത്തി. രാജ്കോട്ടിലെ ഗാന്ധി സ്മാരകവും കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രവും പാർട്ടി ആസ്ഥാനവും സന്ദർശിച്ച ശേഷമാണ് കെജ്രിവാൾ ജയിലിൽ കീഴടങ്ങിയത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അടിസ്ഥാന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. എക്സിറ്റ് പോളുകൾക്ക് ഒരു വിലയുമില്ലെന്നും മമത അഭിപ്രായപ്പെട്ടു. പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതികളുമായി സ്റ്റേഷനിൽ എത്തുന്നവർക്ക് തങ്ങളുടെ പരാതിക്ക് പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സർക്കാർ ജീവനക്കാരെ മുച്ചൂടും ദ്രോഹിക്കുന്ന ജീവാനന്ദം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. സർക്കാർ ജീവനക്കാരെ നിരന്തരം ദ്രോഹിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടികളുടെ തുടർച്ച മാത്രമാണ് ഈ പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് മുന്നേറ്റ താരം കിലിയൻ എംബാപ്പെ ഇനി സ്പാനിഷ് ലീഗ് വമ്പന്മാരായ റയൽ മാഡ്രിഡിൽ. ഔദ്യോഗിക പ്രഖ്യാപനം ക്ലബ് ഉടൻ നടത്തുമെന്ന് സ്പോർട്സ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.